ഹായ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. കഴിഞ്ഞ വീഡിയോയ്ക്ക് നിങ്ങൾ നൽകിയ സപ്പോർട്ട് ഭയങ്കര വലുതായിരുന്നു കേട്ടോ. കാരണം നമുക്കിതുവരെ പുതുതായിട്ട് തുടങ്ങിയതിൽ ഇതുവരെ ആദ്യമായിട്ടാണ് ഒരു 1K കഴിയുന്നത്. അപ്പോൾ അത് ഭയങ്കര സന്തോഷമുണ്ട്. എല്ലാവർക്കും ഭയങ്കരമായിട്ട് നന്ദി പറയുന്നു. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ 2 ഷോപ്പ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഹാൻഡ് വർക്കിൻ്റെ സെക്ഷൻ വേറെയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഹാൻഡ് വർക്കിൻ്റെ സെക്ഷനാണ്. അപ്പോൾ കൂടാതെ നമ്മളൊരു ആലിയ കട്ട് ചുരിദാർ, ഒരു ചെറിയ ചുരിദാർ എങ്ങനെയാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നതും ഹാൻഡ് വർക്ക് ചെയ്യുന്നതും സ്റ്റിച്ച് ചെയ്യുന്നതും അങ്ങനത്തെ ഡീറ്റെയിലാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയ്ക്ക് നിങ്ങൾ നൽകിയ സപ്പോർട്ട് മസ്റ്റായിട്ട് ഇതിന് വേണം. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. അപ്പോൾ വെൽക്കം ടു I2 വേൾഡ്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. ഓൾറെഡി നമുക്ക് ഡിസൈൻ ചെയ്യാനുള്ളൊരു പേപ്പർ ഉണ്ടായിരിക്കും. ആ പേപ്പറിൽ നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻസ് നമ്മൾ ഓൾറെഡി അതിൽ വരച്ച് വെക്കുന്നു. അതിനുശേഷം അത് നമ്മൾ പിന്ന് കൊണ്ടോ സൂചി കൊണ്ടൊക്കെ നമ്മൾ ഡോട്ട്സ് ആക്കിയതിന് ശേഷം നമ്മൾ ചോക്കപ്പൊടി ഉപയോഗിച്ചിട്ട് അതിൽ വരച്ച് കഴിഞ്ഞാൽ മെറ്റീരിയൽ താഴെ വെച്ചിട്ട് അതിൽ വെച്ച് ട്രേസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ ഏതാണ് പിക്ചർ വെച്ചാൽ അത് ആ മെറ്റീരിയലിൽ കറക്റ്റായിട്ട് ചോക്കപ്പൊടി വന്ന് വീഴും. സോ അത് വെച്ചിട്ട് നമ്മൾ ഫ്രെയിമിലേക്ക് ഇടുന്നു. അതിനുശേഷം നന്നായി ടൈറ്റാക്കി കെട്ടി വലിച്ച് നൂല് കൊണ്ടൊക്കെ ടൈറ്റാക്കി കെട്ടിയതിന് ശേഷമാണ് വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഇവിടെ സിമ്പിളായിട്ടുള്ളൊരു വർക്കാണ് ചെയ്യുന്നത്. ഹാൻഡിലും അതുപോലെ തന്നെ നമ്മൾ ആലിയയുടെ കട്ടിൻ്റെ അവിടെയുള്ള വർക്ക് മാത്രമാണ് ചെയ്യുന്നുള്ളൂ. ഹെവി ആയിട്ടില്ല, സിമ്പിളായിട്ട് ജസ്റ്റ് നമ്മൾ 2 ഷോപ്പ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഹാൻഡ് വർക്ക് യൂണിറ്റ് വേറെയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അപ്പോൾ അത് നിങ്ങളെ കൂടി കാണിക്കണം എന്ന് വിചാരിച്ചുകൊണ്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞു, സിമ്പിളായിട്ടുള്ള വർക്കാണ്. നമ്മൾ ചെയ്തിരിക്കുന്നത് കട്ട് ബീഡ്സ് ആണ്. കട്ട് ബീഡ്സ് ആൻറ്റിക്കാണ് നമ്മൾ കളർ സെലക്ട് ചെയ്തിരിക്കുന്നത്. ആൻറ്റിക്കിൻ്റെ കട്ട് ബീഡ്സ് ആണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. 4 ലീഫ്, ഒരു ഡോട്ട്സ്, അതുപോലെ തന്നെ ബോർഡർ 2 ലൈൻസാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ചെറിയൊരു വർക്കാണ്. നല്ല സിമ്പിളായിട്ട് നന്നായി ചെയ്തിട്ടുണ്ട് പുള്ളി. ഓക്കെ, നമ്മളെ മെയിൻ വർക്കറാണ്, ജിഹാദ് എന്നാണ് പേര്. അപ്പോൾ അവനത് വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. അപ്പോൾ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള പോർഷൻ ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ വേറൊരുത്തനാണ്. അപ്പോൾ അത് നമുക്ക് കാണാം. അപ്പോൾ യോക്ക് പോർഷൻ ചെയ്തിരിക്കുന്നത് ഇവനാണ്. അപ്പോൾ അവനെല്ലാം ഇതുപോലെ തന്നെ ട്രേസ് ചെയ്തൊക്കെ ചെയ്ത് ഫ്രെയിം ചെയ്ത് എല്ലാം കാര്യങ്ങളും സെറ്റാക്കിയതിന് ശേഷമാണ് വർക്കിങ്ങിന് ഇരിക്കുന്നത്. അപ്പോൾ കട്ട് ബീഡ്സ് ഞാൻ സെയിം പറഞ്ഞ കട്ട് ബീഡ്സും സംഭവങ്ങളൊക്കെ തന്നെയാണ്. ഇനിയിപ്പോൾ വർക്ക് നിങ്ങൾക്ക് കാണാം. നന്നായി ചെയ്തിട്ടുണ്ട് അവൻ.
അപ്പോൾ അവൻ ചെയ്തിട്ട് ഓൾമോസ്റ്റ് അവൻ്റെ ഫൈനൽ ലുക്ക് ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അവൻ ചെയ്ത ഫൈനൽ ലുക്ക്. സംഭവം അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളെന്തായാലും കമൻറ്റ് ചെയ്യുക എങ്ങനെ ഉണ്ടായിരുന്നു ഇവൻ്റെ വർക്ക്, ഇവർ രണ്ടാളുടെ വർക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വല്ല ഓർഡേഴ്സൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട്, തീർച്ചയായിട്ടും ആ നമ്പറിൽ ബന്ധപ്പെടുക. അപ്പോൾ നമ്മൾ ഡ്രസ്സ് ഹാൻഡ് വർക്കൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ടേബിളിൽ എത്തിയിട്ടുണ്ട്. ഇനി കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് ആണ് അടുത്ത പരിപാടി. അപ്പോൾ പ്രീ ചേച്ചിയാണ് നമ്മൾ ഈ ഡ്രസ്സ് കട്ട് ചെയ്യുന്നതും സ്റ്റിച്ച് ചെയ്യുന്നതൊക്കെ. നമുക്ക് 3 പേരാണുള്ളത്. ഒന്ന് പിന്നെ മിനി ചേച്ചിയും ഐഷ, അങ്ങനെ 3 പേരാണുള്ളത്. അപ്പോൾ പ്രീ ചേച്ചിയാണ് അത് കട്ട് ചെയ്യുന്നതും സ്റ്റിച്ച് ചെയ്യുന്നതൊക്കെ. അപ്പോൾ ചേച്ചി അതിൻ്റെ പരിപാടിയിലേക്ക് കടന്നിട്ടുണ്ട്. ചേച്ചിയുടെ പാൻറ് അടി കഴിഞ്ഞു, പാൻറ്റും ഷോളൊക്കെ അടി കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ടോപ്പിൻ്റെ ഫൈനൽ പരിപാടിയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഇനി നിങ്ങൾക്ക് ഫൈനൽ ലുക്ക് കാണാം. എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ പറയാം. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളെ സപ്പോർട്ടാണ് നമ്മളെ എനർജി. അപ്പോൾ എല്ലാം സപ്പോർട്ട് ചെയ്തവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.